إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോക വിജയത്തിന് അനിവാര്യമായ കാര്യമാണ് ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കും. അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തിബാഉ സുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ തൻ്റെ ജീവിതത്തിൻ്റെ മാർഗമാക്കി മാറ്റുകയെന്നുള്ളതിനെക്കുറിച്ചാണ്. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരെക്കാളും സ്വന്തം നഫ്സിനെക്കാളും സ്നേഹിക്കുന്നതുവരെ, ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും മുഅ്മിനായി തീരുകയെന്നുള്ളതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യഥാർത്ഥ മുഅ്മിനായി തീരണമെങ്കിൽ തൻ്റെ നഫ്സിനേക്കാൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരിക്കണം, സ്നേഹിച്ചിരിക്കണം. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ബിത്തിബാഇ സുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുകയുണ്ടായി, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ
ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ആധാരമെന്ന് പറയുന്നത് അയാളെ ജീവിതത്തിൽ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ നഫ്സിനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന് മഹബ്ബത്തുണ്ട് എന്നൊരാൾ പറയുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിതത്തിൽ അയാൾ പിൻപറ്റണമെന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്നും ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണമെന്നും എല്ലാ ഖുതുബകളിലും എന്നോണം സ്വഹാബാക്കളെ ഉണർത്തി. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി അദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എൻ്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യയെ മുറുകെ പിടിക്കണം. അണപ്പല്ലുകൊണ്ട് നിങ്ങളതിനെ കടിച്ചു പിടിക്കണം. ആ ചര്യക്ക് പുറമെ ദീനിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളെയും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എല്ലാ ബിദ്അത്തുകളും ളലാലത്തും, എല്ലാ ളലാലത്തും നരകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതുമാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയമുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവൻ എന്ന് പറയുന്നത് അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുക്കും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നല്ല പ്രകടമായ, ആർക്കും എവിടെ നിന്നും കാണാവുന്ന വ്യക്തമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാക്കുകളാണ്. അതിൽ നിന്ന് വഴി പിഴച്ചു പോയവനല്ലാതെ വ്യതിചലിക്കുകയില്ല. ആർക്കും മനസ്സിലാക്കാവുന്ന വിധം വ്യക്തമായ പാതയിൽ നിങ്ങളെ വിട്ടേച്ചു കൊണ്ടുപോകുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ കരഞ്ഞ ദിവസം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് മദീന ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസം എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ വെച്ച് അന്തിമ പ്രവാചകനായ ഖാതമുൻ നബിയീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല, പൊട്ടിക്കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, അങ്ങനെ ആരും പറയരുതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചപ്പോൾ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്ന് ഇജ്ലിസ് യാ ഉമർ ഇജ്ലിസ്, അവിടെ ഇരിക്കൂ ഉമറെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേൾക്കാൻ കൂട്ടാക്കിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്പം മാറി നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഹംദും സ്വലാത്തും ചൊല്ലി അദ്ദേഹം തുടങ്ങി. അപ്പോൾ മുഴുവൻ ആളുകളും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും മരണമില്ലാത്ത റബ്ബിനെയാണ് ആരാധിച്ചത് എങ്കിൽ റബ്ബെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല, അവനെ ആരാധിച്ചോളൂ എന്ന് ആ ജനങ്ങളെ നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ 2 വചനങ്ങൾ പാരായണം ചെയ്തു. ഖാല അല്ലാഹു അസ്സ വജൽ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കും മരണമുണ്ട് അവർക്കും മരണമുണ്ട് എന്ന വചനം. അതുപോലെ തന്നെ രണ്ടാമത്തെ വചനം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على اعقابكم
فمن ينقلب على عقبيه فلن يضر الله شيئا. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞു പോയ നബിമാരെ പോലെ ഒരു നബിയാണ്. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതി കേൾപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കും. അങ്ങനെ മദീന കരഞ്ഞ ദിവസമാണ് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നുബുവത്തിനു ശേഷം 23 വർഷക്കാലം ജീവിച്ചു. മഹ്തഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദഹു വലാ മറ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന് ശേഷമുള്ള 23 വർഷക്കാലത്തിൽ ഒരൊറ്റ മൗലിദും ആഘോഷിച്ചില്ല. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മഹത്തുക്കളായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ 4 ഖലീഫമാർ അവരുടെ കാലത്തോ വേണ്ട സ്വഹാബാക്കളിലെ അവസാന സ്വഹാബി വര്യനും വഫാത്താകുന്ന കാലം വരേക്കുമോ താബിഈങ്ങളുടെ കാലത്തോ മൗലിദ് ആഘോഷിക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യന്റെ ജയന്തിയോ സമാധിയോ ആഘോഷിക്കുന്ന ഒരു ആഘോഷം ഇസ്ലാമിലില്ല. ഇസ്ലാമി വ്യക്തികളെ ആരാധിക്കാൻ വേണ്ടിയോ ജീവിക്കുന്നവരോ മരിച്ചവരോ ആയ വ്യക്തികൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നതോ ആയ മതമല്ല. അതുകൊണ്ട് തന്നെ മറ്റു ഇതര സമുദായങ്ങളെ പോലെ ജയന്തിയോ സമാധിയോ ഇസ്ലാമിലില്ല. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകൻ ഇബ്രാഹിം 18 മാസം മാത്രം പ്രായം നിലനിൽക്കുമ്പോൾ മരണപ്പെട്ട ദിവസത്തിൽ അന്ന് ഗ്രഹണമുണ്ടായി. ആളുകളൊക്കെ പറഞ്ഞു ഇന്നമാ ഖസഫ അശ്-ശംസു ലിമൗതി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മരണം കാരണത്താലാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത് എന്ന് ആളുകൾ പറഞ്ഞപ്പോ മകൻ മരണപ്പെട്ട വേദനയിലല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഓടി അവിടുത്തെ ജനങ്ങളോട് മിമ്പറിൽ കയറി നിന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു അശ്-ശംസു വൽ ഖമർ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ 2 ദൃഷ്ടാന്തമാണ്. ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ ജീവൻ കാരണത്താലോ ഒരാൾ ജനിച്ചത് കാരണത്താലോ ഒരാൾ മരിച്ചത് കാരണത്താലോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. അങ്ങനെ പറയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള ആളുകൾ അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുകയാണ് വേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൗലിദ് ആഘോഷിച്ചിരുന്നുവെങ്കിൽ ആഘോഷിക്കണേ എന്ന് മുഴുവനായി പറയേണ്ടതില്ല, ഒരു സൂചനയെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നെങ്കിൽ മുഅ്മിനീങ്ങൾ ജീവനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ എത്ര സുന്ദരമായി ആ ദിവസം ആഘോഷിക്കുമായിരുന്നു. പക്ഷെ ഇല്ല, ഒരൊറ്റ സഹാബിയും ആഘോഷിച്ചില്ല, ഒരൊറ്റ താബിഈയും ആഘോഷിച്ചില്ല. മുഅ്മിനീങ്ങൾ അത് ആഘോഷിക്കാത്തത് അങ്ങനെ ഒരാളുടെ ജന്മദിനമോ അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ട ദിവസമോ ആഘോഷിക്കാൻ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. എന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പലരും ചോദിക്കും, അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ, മഹബ്ബത്തില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ മൗലിദ് ആഘോഷിക്കാത്തത്? അത് ആഘോഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ആഘോഷിക്കുകയുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു കാര്യം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാതെ ചെയ്യാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ ഒരാൾ ചെയ്താൽ അത് ശിക്ഷയായി അവനിലേക്ക് മടങ്ങും. ഇനി വർഷത്തിൽ ഒരിക്കലാണോ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഓർക്കേണ്ടത്?
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എല്ലാ ആഴ്ചയിലും അല്ലേ, സുഇലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൻ ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് സുന്നത്താണ്, അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണം. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ആ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ വർഷത്തിലുടനീളം ഓരോ ദിവസവും അവർ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നു, തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وانصرهم على عدوهم يا رب العالمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. وأقم الصلاة.